ഹലോ എവരിവൺ, വെൽക്കം ടു ഡോക്ടർനേഴ്സ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയ സബ്ജക്റ്റാണ് എടുക്കാൻ പോകുന്നത്, കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്. കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിലെ ഫസ്റ്റ് യൂണിറ്റായ കൺസെപ്റ്റ്സ് ഓഫ് കമ്മ്യൂണിറ്റി ഹെൽത്ത് ആണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിലാദ്യം തന്നെ നമുക്ക് നോക്കാനുള്ളത് ഡെഫിനിഷൻസ് ആണ്. 3 ഡെഫിനിഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ആദ്യത്തേതാണ് പബ്ലിക് ഹെൽത്ത്. അപ്പോൾ പബ്ലിക് ഹെൽത്ത് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം നമുക്കുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിൽ അതിനെ വേർതിരിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇന്നൊരു കമ്മ്യൂണിറ്റി ഏരിയ, ഈ ഏരിയയിൽ വർക്ക് ചെയ്യേണ്ട ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റത്തിലുള്ള ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഈ കെയർ കിട്ടേണ്ട വ്യക്തികൾ, അതായത് ആ കമ്മ്യൂണിറ്റിയിൽ താമസിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇത്രയും ആൾക്കാർ, അതായത് പല പല ടീമുകളാണ്, ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ഓർഗനൈസ്ഡ് എഫേർട്ട് ഇടുന്നതിലൂടെ നമ്മുടെ ഡിസീസുകളെ പ്രിവെൻറ്റ് ചെയ്യാനും, അതായത് നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കാനും, നമ്മുടെ ലൈഫിനെ നല്ല പ്രൊലോങ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും, ഹെൽത്തിനെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിൽ എത്തിക്കാനും നമുക്ക് സാധിക്കുന്നതിനെയാണ് നമ്മൾ പബ്ലിക് ഹെൽത്ത് എന്ന് പറയുന്നത് അല്ലെ. ഒരുപാട് കമ്മ്യൂണിറ്റികളുടെ അല്ലെങ്കിൽ ഒരുപാട് ഗ്രൂപ്പുകളുടെ ഒരു ഓർഗനൈസ്ഡ് എഫേർട്ടുകളിലൂടെ നമ്മുടെ ഹെൽത്തിനെ അതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ തട്ടിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ പബ്ലിക് ഹെൽത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത്. അപ്പോൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് പറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്താണ് കമ്മ്യൂണിറ്റി എന്ന് നോക്കണം അല്ലെ. അപ്പം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അതിനെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് എപ്പോഴും സെയിം ക്യാരക്ടേഴ്സ് ഉള്ള ഒരാൾക്കാരായിരിക്കും. ചിലപ്പോൾ അവരുടെ ലാംഗ്വേജ്, അവർ സംസാരിക്കുന്ന ആ ഒരു രീതി, ആ ഒരു സ്ലാങ് അത് സെയിം ആയിരിക്കും. ചിലപ്പോൾ ആ ഒരു ഏരിയയിലുള്ളവർ കുക്ക് ചെയ്യുന്ന ഫുഡ്, അതിനൊക്കെ ചിലപ്പം ആ ഒരു ഒരേ രീതിയിലുള്ളതായിരിക്കും. അങ്ങനെ കുറച്ച് ആചാരങ്ങൾ, ഇതെല്ലാം അവർക്ക് സെയിം ആയിരിക്കും, മറ്റുള്ള കമ്മ്യൂണിറ്റികളിൽ വെച്ചിട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ ഹെൽത്ത് സ്റ്റാറ്റസ്, അതിനെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് എന്ന് പറയുന്നത്. അപ്പം അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസും അതുപോലെ തന്നെ എന്തൊക്കെ പ്രോബ്ലംസ് അവരെ അഫക്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ അവർക്ക് എത്ര കെയർ കിട്ടുന്നുണ്ട്, കെയർ എത്ര എഫിഷ്യൻ്റ് ആയിട്ട് അവർക്ക് കിട്ടുന്നുണ്ട്, ഇത്രയുമാണ് നമ്മൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് എന്നതുകൊണ്ട് പറയുന്നത്. ഇനി അടുത്തത് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്. കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് എന്ന് പറയുന്നത് എന്താ പറയണേ, നഴ്സിംഗ് പ്രാക്ടീസിൻ്റെയും അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് പ്രാക്ടീസിൻ്റെയും ഒരു കോമ്പിനേഷനാണ് അല്ലെ. ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർന്നുള്ളതിനെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് എന്ന് പറയുന്നത്. അത് ഒരിക്കലും ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനോ അല്ലെങ്കിൽ ഒരു പ്രത്യേകിച്ച് ഒരു ഡയഗ്നോസിസ് ഉള്ള ഒരാൾക്ക് അല്ല കമ്മ്യൂണിറ്റി കെയർ കൊടുക്കുന്നത് അല്ലെ. ഏത് രോഗത്തിനും അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള അസുഖം നമ്മുടെ കമ്മ്യൂണിറ്റി, ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ബാധിച്ചാലും എല്ലാം ഈ കമ്മ്യൂണിറ്റി അവർക്ക് കെയർ കൊടുക്കും. അല്ലാതെ പ്രത്യേകിച്ച് ഇപ്പം ക്യാൻസർ വരുന്നവർക്ക് മാത്രമേ കമ്മ്യൂണിറ്റി കെയർ കൊടുക്കുകയുള്ളൂ, അല്ലെ ഒരു പർട്ടിക്കുലർ ഡിസീസ് കണ്ടീഷന് മാത്രമേ കൊടുക്കത്തുള്ളൂ, അങ്ങനെയില്ല. ഏത് അസുഖത്തിനെയും പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, ഹെൽത്ത് കെയർ സിസ്റ്റത്തിലുള്ള മെമ്പേഴ്സ് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് പബ്ലിക് ഹെൽത്ത് ഇൻ ഇന്ത്യ ആൻഡ് ഇറ്റ്സ് എവല്യൂഷൻ. ഇതിൽ നമ്മൾ നമ്മുടെ പബ്ലിക് ഹെൽത്തിൻ്റെ സ്റ്റാർട്ടിങ് പീരീഡ് തൊട്ട് നോക്കുകയാണ്. അപ്പോൾ ആദ്യത്തേതാണ് വേദിക് പീരീഡ്. വേദിക് പീരീഡ് എന്ന് പറയുന്ന ഒരു 3000 BC ആയിരുന്നു അതിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സമയത്ത് ഇവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് എപ്പോഴും ഹൈജീൻ ആയിരുന്നു അല്ലെ. ഹൈജീനെ മുമ്പോട്ട് കൊണ്ടുവരിക, എല്ലാ പ്രാക്ടീസുകളും ഹൈജീനിക് ആക്കുക എന്നുള്ളതായിരുന്നു ഈ ഒരു വേദിക് പീരീഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. അപ്പോൾ അവരതിൽ കൊടുത്തിരുന്നത് ഒരു പ്രോപ്പർ ഹൗസിംഗ് ഉണ്ടായിരിക്കണം, ഗുഡ് ഡ്രെയിനേജ് സിസ്റ്റം, വാട്ടർ സപ്ലൈ, പബ്ലിക് ടോയ്ലറ്റ്, ബാത്തിങ് ഏരിയ, ഇതൊക്കെ ഉണ്ടാകണം എന്നതായിരുന്നു അവർ മുമ്പോട്ട് വെച്ചിരുന്ന ഏറ്റവും വലിയൊരു എയിം എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ ഫോളോ ചെയ്തിരുന്നത് ആയുർവേദ അല്ലെ സിദ്ധ മെഡിസിൻ സിസ്റ്റം ആയിരുന്നു നമ്മൾ ഫോളോ ചെയ്തിരുന്നത്. എപ്പോഴും ഒരു ഹോളിസ്റ്റിക് ഹെൽത്ത് കെയർ അപ്രോച്ച് ആയിരുന്നു ഈ ആയുർവേദ അല്ലെ സിദ്ധ മെഡിസിൻ കൊടുത്തിരുന്നത്. എന്ന് വെച്ചാൽ എപ്പോഴും നമ്മുടെ ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ ആസ്പെക്ട്സ് ഓഫ് ഹെൽത്ത്, ഇത് മൂന്നിനെയും ടേക്ക് കെയർ ചെയ്യണം എന്നുള്ളതായിരുന്നു ആ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് കൊണ്ട് പറയുന്നത്. അപ്പോൾ
ഇത് ഈ ഒരു ഹോളിസ്റ്റിക് ഹെൽത്ത് കെയർ അപ്രോച്ചിൻ്റെ പ്രിൻസിപ്പിൾസ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ബുക്കാണ് മനു സംഹിത എന്നാണ് ഈ ബുക്കിൻ്റെ പേര്. ഇവിടെ ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ മനു സംഹിത എന്ന് പറയുന്ന ഈ ഒരു ഹോളിസ്റ്റിക് ബുക്കിലാണ് നമ്മുടെ ഈ പ്രിൻസിപ്പിൾസ് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അപ്പം എന്താ പറയുക, അതുപോലെ തന്നെ ആ ഒരു ടൈമിൽ മിഡ് വൈഫ്സും ഹൈജീനിക് പ്രാക്ടീസുകൾ ഫോളോ ചെയ്ത് തുടങ്ങിയിരുന്നു. അപ്പം ഇത്രയുമാണ് വേദിക് പീരിയഡിൽ ഉണ്ടായിരുന്നത്. ഇനി അടുത്തതാണ് പോസ്റ്റ് വേദിക് പീരിയഡ്. പോസ്റ്റ് വേദിക് പീരിയഡ് എന്ന് പറയുന്നത് 500 BC to 700 AD ആണ് അതിൻ്റെ ഒരു പീരിയഡ് എന്ന് പറയുന്നത്. ഈ പീരിയഡിൽ നമ്മുടെ ആയുർവേദ സിദ്ധ മെഡിസിൻസ് മാറിയിട്ട് എന്ത് വന്നു, ബുദ്ധിസം ആയിരുന്നു നിലനിന്നിരുന്നത്. അപ്പോൾ ഈ ഒരു ബുദ്ധിസത്തിൻ്റെ ഒരു വൺ ഓഫ് ദ മെയിൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കെയർ ഓഫ് ദ സിക്ക് ആൻഡ് വെൽഫെയർ ഓഫ് ദ ഹ്യൂമാനിറ്റി അല്ലേ. അപ്പോൾ അസുഖം വരുന്നവരെ നല്ലൊരു കെയർ കൊടുത്ത് ചികിത്സിക്കുകയും അതുപോലെ തന്നെ മനുഷ്യത്തിനെ മുൻപോട്ട് കൊണ്ടുവരികയും ആയിരുന്നു ഈ ഒരു പീരിയഡ്, ബുദ്ധിസം എന്ന് പറയുന്ന പീരിയഡിൽ ഉണ്ടായിരുന്ന ഒരു മെയിൻ എയിം. അതിൽ കിങ് അശോക അദ്ദേഹം വലിയൊരു കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുണ്ട് ഈ ഒരു പോസ്റ്റ് വേദിക് പീരിയഡിൽ. ഈ ബുദ്ധിസത്തിൻ്റെ ഇതിൽ അദ്ദേഹം ഒരുപാട് ഹോസ്പിറ്റൽസ് കൊണ്ടുവന്നു, ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടുവന്നു. അതുപോലെ തന്നെ ഓരോ വില്ലേജുകളിലും 10 വില്ലേജസിൽ ഓരോ ഡോക്ടേഴ്സിനെ ഇത് അപ്പോയിൻറ്റ് ചെയ്തു. അങ്ങനെ ഒരുപാട് എക്സ്റ്റാബ്ലിഷ്മെൻറ്റ്സ് നടത്തിയത് കിങ് അശോകയായിരുന്നു ആ ഒരു ടൈമിൽ. അപ്പോൾ അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് മുഗൾ പീരിയഡ്. മുഗൾ പീരിയഡിൻ്റെ ടൈം എന്ന് പറയുന്നത് നമ്മുടെ പോസ്റ്റ് വേദിക് പീരീഡ് അവസാനിച്ചിരിക്കുന്നത് 700 AD സോ 700 AD to 1850 ആണ് നമ്മുടെ മുഗൾ പീരീഡിൻ്റെ ടൈം എന്ന് പറയുന്നത്. ഈ ഒരു സമയത്ത് വന്ന മാറ്റം എന്ന് പറയുന്നത് നമ്മുടെ പോസ്റ്റ് വേദിക് പീരീഡിൽ എക്സ്റ്റാബ്ലിഷ് ചെയ്ത ഹോസ്പിറ്റൽസ്, യൂണിവേഴ്സിറ്റീസ് ഇതെല്ലാം മാറ്റം ചെയ്തുകൊണ്ട് 1000 AD ആയപ്പോഴത്തേക്കും അറബിക് സിസ്റ്റം ഓഫ് മെഡിസിൻ, അതായത് യുനാനി, നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഫെമിലിയർ ആയിട്ടുള്ള കാര്യമാണ്, നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിനിൽ ആഡ് ചെയ്തിട്ടുള്ള ഒരു കാറ്റഗറിയാണിത്. സോ അപ്പം ഈ അറബിക് സിസ്റ്റം ഓഫ് മെഡിസിൻ എക്സ്റ്റാബ്ലിഷ് ചെയ്യായിരുന്നു നമ്മൾ മുഗൾ പീരീഡിൽ വന്ന ചേഞ്ച്. ഇനി അടുത്താണ് ബ്രിട്ടീഷ് പീരീഡ്. ബ്രിട്ടീഷ് പീരീഡ് എന്ന് പറയുമ്പോഴത്തേക്കും 18th സെഞ്ച്വറി 1947 അതിനാണ് നമ്മൾ ബ്രിട്ടീഷ് പീരീഡ് എന്ന് പറയുന്നത്. ഈ ഒരു ടൈമിൽ സിവിൽ അല്ല മിലിറ്ററി സർവീസുകൾ സ്റ്റാർട്ട് ചെയ്തു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. 1757 ഈ ഒരു മിലിറ്ററി സർവീസുകൾ, സിവിൽ സർവീസുകൾ സ്റ്റാർട്ട് ചെയ്തത്. ഇനി നമുക്ക് ശരിക്കും പബ്ലിക് ഹെൽത്ത് സർവീസുകൾ സ്റ്റാർട്ട് ചെയ്തൊരു ടൈം എന്ന് പറയുന്നത് 19th സെഞ്ച്വറിയിലായിരുന്നു ഈ ഒരു പബ്ലിക് ഹെൽത്ത് സർവീസുകൾ സ്റ്റാർട്ട് ചെയ്തത്. ഇനി ആ ഒരു സമയത്ത് ഒരുപാട് ആക്റ്റുകളും അതുപോലെ തന്നെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ ഒരു ബ്രിട്ടീഷ് പീരീഡിൽ വന്ന ആക്റ്റുകളും കാര്യങ്ങളുമാണിത്. അപ്പം ആദ്യം തന്നെ ബർത്ത് ആൻഡ് ഡെത്ത് രജിസ്ട്രേഷൻ ആക്ട് ഉണ്ട്. അത് വന്ന ഇയർ എന്ന് പറയുന്നത് 1873 ആണ്. നിങ്ങൾക്ക് ഇയറുകൾ ഇല്ലെങ്കിൽ തന്നെ അറ്റ്ലീസ്റ്റ് ഈ പേരുകൾ ആ ഒരു ടൈമിൽ മെൻഷൻ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ വാക്സിനേഷൻ ആക്ട്, ഇന്ത്യൻ ഫാക്ടറി ആക്ട്, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആക്ട്. അപ്പം ഇത്രയും ആക്റ്റുകളുണ്ട്. ഇത് കൂടാതെ എപ്പിഡമിക് ഡിസീസ് ആക്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, മദ്രാസ് പബ്ലിക് ഹെൽത്ത് ആക്ട്, ദ ഡ്രഗ് ആക്ട്. ഇനി 20th സെഞ്ച്വറി ആയപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു, ഒരുപാട് സെൻട്രൽ ബ്യൂറോകൾ കൊണ്ടുവന്നു, ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടുവന്നു. അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു, റിസർച്ചുകൾ അതുപോലെ തന്നെ ട്രെയിനിങ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഇതിൻ്റെയൊക്കെ ഒരു എക്സ്റ്റാബ്ലിഷ്മെൻറ്റ്സ് നടത്തിയത്. അതുപോലെ തന്നെ മലേറിയ ബ്യൂറോ, സെൻട്രൽ മലേറിയ ബ്യൂറോ എക്സ്റ്റാബ്ലിഷ് ചെയ്തു. ഇയർ ഓർത്തെക്കാൻ നോക്കാം. അതുപോലെ തന്നെ ഇന്ത്യൻ റിസർച്ച് ഫൗണ്ടേഷൻ കൊണ്ടുവന്നു. അതിന് എന്തെന്ന് പറയാം, അല്ലെങ്കിൽ ICMR എന്ന് പറയാം. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊണ്ടുവന്നു. ഇനി അടുത്തതാണ് ന്യൂട്രീഷൻ റിസർച്ച് ലബോറട്ടറി അറ്റ് ഗോർമോർ, മെറ്റേണിറ്റി ആൻഡ് ചൈൽഡ് വെൽഫെയർ ബ്യൂറോ ബൈ ദ ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈജീൻ ആൻഡ് പബ്ലിക് ഹെൽത്ത്, ദ ട്യൂബർകുലോസിസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ. അപ്പം ഇത്രയും ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്, ഇത്രയും ആക്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഈ ബ്രിട്ടീഷ് പീരീഡിൽ ഇത്രയും വലിയ ചേഞ്ചുകൾ നമ്മുടെ ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ട്.
അപ്പോൾ അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് പോസ്റ്റ് ബ്രിട്ടീഷ് പീരിയഡ്. പോസ്റ്റ് ബ്രിട്ടീഷ് പീരിയഡ് എന്ന് പറയുന്നത് 1947 തൊട്ടാണ്. അതായത് നമ്മുടെ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിക്കഴിഞ്ഞ തൊട്ടാണ് നമ്മൾ പോസ്റ്റ് ബ്രിട്ടീഷ് പീരിയഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഇൻഡിപെൻഡൻസിന് ശേഷം നമ്മുടെ ഇന്ത്യയിൽ ആദ്യം കൊണ്ടുവന്ന ഒരു ചേഞ്ച് ആയിരുന്നു, നമുക്ക് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഹെൽത്ത് കെയർ ഡെലിവറി സിസ്റ്റം നമ്മൾ രൂപീകരിച്ചെടുത്തു. അത് കൊണ്ടുവന്നത് സർ ജോസഫ് ബോർ ആണ്. അദ്ദേഹത്തിൻ്റെ ചിത്രമാണ് നമ്മൾ ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ബോർ കമ്മിറ്റി നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പം 1943 ഈ ബോർ കമ്മിറ്റി ആദ്യമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ അവരിങ്ങനൊരു ഹെൽത്ത് കെയർ സിസ്റ്റം വേണം എന്നുള്ള റെക്കമെൻഡേഷൻസ് നമുക്ക് തരുന്നതും ഒക്കെ 1943 അത് ഭയങ്കര എഫക്റ്റീവായിട്ട് വന്നത് ആഫ്റ്റർ നമ്മുടെ ഇൻഡിപെൻഡൻസ് 1947 ഇനി എന്തൊക്കെയായിരുന്നു ആ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷറി ലെവൽ പ്രിവെൻറ്റീവ് സർവീസുകൾ അല്ലേ. നമുക്കറിയാം നമ്മുടെ അർബൻ ഏരിയയും റൂറൽ ഏരിയയുമായിട്ടൊക്കെ തിരിച്ചുകൊണ്ട് തന്നെ നമുക്ക് PHC, CHC, ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ, സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ലെവൽ ഹോസ്പിറ്റൽസ്, വില്ലേജ് ഹോസ്പിറ്റൽസ്, അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. സോ അതായിരുന്നു നമ്മുടെ ബോർ കമ്മിറ്റിയുടെ വലിയൊരു റെക്കമെൻഡേഷൻ അല്ലേ. നമുക്ക് പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് വേണം, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സ് വേണം, സബ് സെൻറ്റേഴ്സ് വേണം. അതായത് ഓരോ ലെവലിലായിട്ട് നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു നമ്മുടെ ബോർ കമ്മിറ്റിയുടെ ഒരു റെക്കമെൻഡേഷൻ. അതുപോലെ തന്നെ നമുക്ക് മറ്റൊന്ന് ഒരു കണ്ടിന്യൂസ് ഡെവലപ്മെൻറ്റ് ഓഫ് ഹെൽത്ത് കെയറും കൂടെ പ്ലാൻ ചെയ്തു. അതായത് 5 ഇയർ പ്ലാൻസ് അല്ലേ. 5 ഇയർ പ്ലാൻസിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് മറ്റ് വരുന്ന ചാപ്റ്റേഴ്സിൽ പഠിക്കാനുണ്ട്. അപ്പോൾ 5 ഇയർ പ്ലാൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു 5 ഇയർ നമ്മൾ എടുക്കുന്നു. ഇപ്പോൾ 2000 ആണെങ്കിൽ 2000 to 2005 നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും കാലം കൊണ്ട് മാറ്റേണ്ട കുറച്ച് റെക്കമെൻഡേഷൻസ് ഒരു കമ്മിറ്റി വെക്കും. അപ്പം ആ ഒരു 5 ഇയർ കൊണ്ട് അവർ ആ റെക്കമെൻഡേഷൻസ് പ്രാബല്യത്തിൽ വരുത്താൻ വേണ്ടി മാക്സിമം ശ്രമിക്കുന്നു. ഇതിനാണ് നമ്മൾ 5 ഇയർ പ്ലാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ തീരുന്ന ഇയർ 2005 വരുമ്പോൾ എന്തൊക്കെ റെക്കമെൻഡേഷൻസ് നമ്മൾ ചെയ്തു, അത് പ്രാബല്യത്തിൽ വന്നു, അതുപോലെ തന്നെ എന്തൊക്കെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതും അവർ സെപ്പറേറ്റ് ചെയ്ത് വെക്കും. അത് അടുത്ത 5 ഇയർ പ്ലാൻ, അതായത് 2005 to 2010 വരും. അപ്പോൾ അത് നടക്കാത്തത് നമ്മൾ പ്രാബല്യത്തിൽ വരുത്താൻ ശ്രമിക്കും. അതുപോലെ തന്നെ പുതിയ റെക്കമെൻഡേഷൻസും വരും. സോ ഇതാണ് ഒരു കണ്ടിന്യൂസ് ഡെവലപ്മെൻറ്റ് നമ്മൾ കൊണ്ടുവരുന്നത് 5 ഇയർ പ്ലാൻസിലൂടെയാണ്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഇന്ത്യയിൽ മാറ്റം വരുത്തണം എന്ന് നമ്മൾ നോക്കിയത് അല്ലേ. അതൊന്ന് നോക്കാം. കൺട്രോൾ ആൻഡ് ഇറാഡിക്കേഷൻ ഓഫ് കമ്മ്യൂണിക്കബിൾ ആൻഡ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. അതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ അല്ലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സർവീസ് കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യുക. പോപ്പുലേഷൻ കൺട്രോൾ, എൻവയോൺമെൻറ്റൽ സാനിറ്റേഷൻ ഇംപ്രൂവ് ചെയ്യുക. അതുപോലെ ഹെൽത്ത് മാൻ പവർ റിസർച്ച്, ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡിജിനസ് സിസ്റ്റം ഓഫ് മെഡിസിൻ, ഡ്രഗ് കൺട്രോൾ. ഇതൊക്കെയായിരുന്നു നമ്മുടെ മെയിൻ എയിമുകൾ. അതായത് ഈ പോസ്റ്റ് ബ്രിട്ടീഷ് പീരീഡിൽ നമ്മൾ കൊണ്ടുവന്ന ഈ ഒരു കമ്മിറ്റികളും അവരുടെ റെക്കമെൻഡേഷൻസും എല്ലാം ഇത്രയും കാര്യങ്ങളിലായിരുന്നു ഏറ്റവും കൂടുതൽ എയിം ചെയ്തിരുന്നത്. അപ്പോൾ അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് എവല്യൂഷൻ ഓഫ് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് ഇൻ ഇന്ത്യ. അപ്പോൾ നമുക്ക് 19th സെഞ്ച്വറി തൊട്ടാണ് നോക്കുന്നത്. അപ്പോൾ 19th സെഞ്ച്വറി എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ മെയിനായിട്ട് എയിം ചെയ്തിരുന്നത് മെറ്റേണൽ ആൻഡ് ചൈൽഡ് വെൽഫെയർ സർവീസുകളായിരുന്നു. അതിലൂടെ നമ്മൾ ഉദ്ദേശിച്ചത് ചൈൽഡ് അല്ലെ മെറ്റേണൽ മോർബിഡിറ്റി അല്ലെ മോർട്ടാലിറ്റി റേറ്റുകളെ കുറയ്ക്കുക എന്നതായിരുന്നു ഈ MCH അല്ലെ മെറ്റേണൽ ആൻഡ് ചൈൽഡ് വെൽഫെയർ സർവീസുകളിലൂടെ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിച്ചിരുന്നത്. ഇതിന് ഫണ്ട് റേസ് ചെയ്തതും ഒരുപാട് എഫേർട്ട് ഇട്ടതും ലേഡി കേഴ്സൺ അല്ലെ ലേഡി ക്ലൻസ്വർത്ത് എന്ന് പറയുന്ന 2 വ്യക്തികളായിരുന്നു. പിക്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ഡയസുകളെ ട്രെയിൻ ചെയ്യുകയും MCH സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്തു. 1918 ആണ് ഇത് സൂപ്പർവൈസ് ചെയ്ത് ഡയസുകളെയൊക്കെ ട്രെയിൻ ചെയ്തെടുത്തു. പിന്നെ 1920 ആയപ്പോഴത്തേക്കും ഒരു ഹെൽത്ത് സ്കൂള് നിർമ്മിച്ചു. അവിടെ ലേഡി ഹെൽത്ത് വിസിറ്റേഴ്സിനെ ട്രെയിൻ ചെയ്യുകയാണ് ചെയ്തത്. അത് ന്യൂഡൽഹിയിൽ നിക്കോൾസൺ റോഡിലായിരുന്നു ഈ ഒരു ഹെൽത്ത് സ്കൂള് തുടങ്ങിയിരുന്നത്. അവിടെ ഡയസുകളെ ട്രെയിൻ ചെയ്തെടുത്തു. പിന്നെ 1926 ആയപ്പോഴത്തേക്കും അത് ബാര ഹിന്ദുറാവ് റോഡ് എന്ന് പറയുന്നിടത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുകയും അതിനെ ലേഡി റീഡിംഗ് ഹെൽത്ത് സ്കൂൾ എന്ന് പേര് മാറ്റുകയും ചെയ്തു. പിന്നീട് ഹെൽത്ത് സ്കൂൾസ് ലാഹോർ, കൽക്കട്ട, മദ്രാസ്, നാഗ്പൂർ, പൂനെ എന്നീ സ്ഥലങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. ഇത് 1946 നമ്മുടെ
ബോർ കമ്മിറ്റി റെക്കമെൻഡ് ചെയ്ത ഒരു കാര്യം കൂടെ ആയിരുന്നു. ഇനി 1946 ആയപ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു? 2 കോളേജ് നഴ്സിംഗ് കോളേജുകൾ, അതായത് BSc നഴ്സിംഗ് ഡിഗ്രി പ്രൊവൈഡ് ചെയ്യുന്ന നഴ്സിംഗ് കോളേജുകൾ 2 ഓപ്പൺ ചെയ്തു. അത് ഒന്ന് ഡൽഹിയിലും മറ്റൊന്ന് വെല്ലൂരിലും ആയിരുന്നു. അപ്പം അത് 1946 ഉണ്ടായത്. അതുപോലെ തന്നെ പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് കരിക്കുലത്തിലോട്ട് ആഡ് ചെയ്യുകയും ചെയ്തു. അപ്പം ഇത്രയാണ് 1946 നടന്നത്. അപ്പോൾ പിന്നീട് എന്ത് സംഭവിച്ചു? പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് BSc നഴ്സിംഗ് കരിക്കുലത്തിലോട്ട് ആഡ് ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ 1952 ആയപ്പോഴത്തേക്കും ഇതൊരു ഡിപ്ലോമ കോഴ്സാക്കി. അതായത് പബ്ലിക് ഹെൽത്ത് ഒരു ഡിപ്ലോമ കോഴ്സായിട്ട് കോളേജ് ഓഫ് നഴ്സിംഗ് ഡൽഹിയിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നീട് 1953 ആയപ്പോഴത്തേക്കും അത് ഈ കോളേജ് ഓഫ് നഴ്സിംഗിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹൈജീൻ ആൻഡ് പബ്ലിക് ഹെൽത്ത് കൊൽക്കട്ടയിലോട്ട് മാറ്റി. ഇനി 1959 പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് GNM, അതായത് ഈ പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് GNM-ത്തിൽ, അതായത് ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി, ഈ GNM നഴ്സിംഗിലോട്ട് ഈ പബ്ലിക് ഹെൽത്ത് നഴ്സിംഗ് ആഡ് ചെയ്തു. പിന്നീട് 1952 ആയപ്പോഴത്തേക്കും ഓക്സിലറി നഴ്സ് മിഡ്വൈഫ്, അതായത് ANM, അതായിരിക്കുമല്ലോ നമുക്ക് കുറച്ചുകൂടി പരിചിതമായ ഒരു പേര്. അപ്പം ANM അവരെ ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. അവരെ ട്രെയിൻ ചെയ്ത് ആ ഒരു കാറ്റഗറി ഉണ്ടാക്കി. അവരെ ട്രെയിൻ ചെയ്ത് പ്രൈമറി ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പ്രൊവിഷൻ കൊടുത്തു. പക്ഷേ അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ലേഡി ഹെൽത്ത് വിസിറ്റർ. അപ്പം ഇവരുടെ സൂപ്പർവിഷനിൽ ANM ഓക്സിലറി നഴ്സ് മിഡ്വൈഫ്സിന് പ്രൈമറി ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യാം. അത് 1952 വന്നു. പിന്നെ 1978 ആയപ്പോഴത്തേക്കും ANM-ത്തിൻ്റെ പേര് മാറ്റി. അവരെ പേര് മാറ്റിയിട്ട് മൾട്ടിപർപ്പസ് ഹെൽത്ത് വർക്കർ ഫീമെയിൽ എന്ന് വിളിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഹെൽത്ത് വിസിറ്റേഴ്സിനെ ഹെൽത്ത് സൂപ്പർവൈസർ ഫീമെയിൽ എന്നും വിളിക്കാൻ തുടങ്ങി. അപ്പം ഇത്രയാണ് 1978 വരെ വന്ന ചേഞ്ചസ്. അടുത്തതാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് ട്രെൻഡ്സ്. അപ്പോഴത്തേക്കും ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. 19th സെഞ്ച്വറിയിലെ MCH പ്രോഗ്രാംസ് തുടങ്ങി. അതുപോലെ തന്നെ ലേഡി ഹെൽത്ത് വിസിറ്റേഴ്സിനെ ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. പബ്ലിക് ഹെൽത്ത് നഴ്സുകളെ ട്രെയിൻ ചെയ്യാൻ തുടങ്ങി. 1952 ആയപ്പോഴത്തേക്കും ANMസിനെ ട്രെയിൻ ചെയ്ത് പ്രൈമറി ഹെൽത്ത് കെയർ അവർക്ക് കൊടുക്കാൻ പറ്റും, പക്ഷെ അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് ലേഡി ഹെൽത്ത് വിസിറ്റേഴ്സ്. ഇത്രയുമാണ് കൊണ്ടുവന്നത്. പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്തിൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് ഹെൽത്ത് ഫോർ ഓൾ എന്ന് പറയുന്ന ഒരു മോട്ടോയിലൂടെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് കൊണ്ടുവരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് നമുക്ക് അഫോർഡബിളും ആയിരിക്കണം, അക്സെപ്റ്റബിളും ഒക്കെ ആയിരിക്കണം, അല്ലേ? അപ്പോൾ ഈ ഒരു സ്കീം, അതായത് പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റേഴ്സ്, സബ് സെൻറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഗവൺമെൻറ് ഫ്രീ ആയിട്ട് മെമ്പേഴ്സിന്, അതായത് നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള മെമ്പേഴ്സിന് ഹെൽത്ത് കെയർ കൊടുക്കുക എന്നുള്ളതാണ് ഒരു മെയിൻ എയിം, അല്ലേ? അപ്പം അവർക്ക് അഫോർഡബിൾ ആയ രീതിയിലുള്ള ഫ്രീ ഹെൽത്ത് കെയർ കൊടുക്കുക. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഹെൽത്ത് ഫോർ ഓൾ എന്നൊരു മോട്ടോ യൂസ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ പൈസ ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാവർക്കും ഒരേ രീതിയിലുള്ള കെയർ കിട്ടുക എന്നതാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ഹെൽത്ത് കെയറിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് സ്കോപ്പ് ഓഫ് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്. അപ്പം കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് കൊണ്ട് നമുക്ക് ഏതൊക്കെ തലത്തിൽ ജോലി ചെയ്യാം, അല്ലെ ഏതൊക്കെ സ്ഥലങ്ങളിൽ ജോലി ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ആദ്യത്തേതാണ് PHC, CHC ആൻഡ് സബ് സെൻറ്റർ, അതായത് പ്രൈമറി ഹെൽത്ത് സെൻറ്റർ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ ആൻഡ് സബ് സെൻറ്റർ. ഇത് നമുക്ക് പരിചയമായിരിക്കും, അല്ലേ? നമ്മുടെ വീടിനടുത്തൊക്കെ ഉള്ള ഹെൽത്ത് കെയർ ഡെലിവറീസ് കെയറിലുള്ള നമ്മുടെ ലെവൽസ് ഓഫ് പ്രിവെൻറ്റീവ് കെയർ തരുന്ന സ്ഥലങ്ങളാണ്. അപ്പം ഇവിടെയൊക്കെ നമുക്ക് ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിൽ ജോലി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ നഴ്സിംഗ് സർവീസുകൾ, അതുപോലെ സ്കൂൾ ഹെൽത്ത് നഴ്സിംഗ് നമ്മൾ കേട്ടിട്ടുണ്ടാവും, അല്ലേ? നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ഇതുപോലെ നമ്മുടെ സ്കൂളിൽ കുറേ നഴ്സുമാർ, ഡോക്ടേഴ്സൊക്കെയാണ്, അവരൊക്കെ വന്നിട്ട് ഇതുപോലെ നമ്മുടെ വെയിറ്റ്, ഹൈറ്റൊക്കെ ചെക്ക് ചെയ്യുക, നമ്മുടെ പല്ലുകൾക്കൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, കണ്ണ്, നമ്മുടെ കാഴ്ചശക്തി, ഇതൊക്കെ നോക്കുന്നുണ്ടാവും. സോ അതാണ് നമ്മുടെ സ്കൂൾ ഹെൽത്ത് നഴ്സിംഗ് സ്ഥലങ്ങൾ. ഡൊമസിലറി നഴ്സിംഗ് സർവീസുകൾ എന്ന് പറയുമ്പോഴത്തേക്കും
നമുക്ക് വീട്ടിൽ പോയി നിന്നിട്ടുള്ള പരിചരണങ്ങൾ, പ്രായമായവരെ ചികിത്സിക്കുന്ന ആ ഒരു ഏരിയയിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ് സർവീസുകൾ അല്ലേ, മാനസിക ആരോഗ്യ നിലയ, അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ MCH അല്ലെ ഫാമിലി പ്ലാനിങ്, അതായത് മെറ്റേണൽ ആൻഡ് ചൈൽഡ് വെൽഫെയർ അല്ലെ ഫാമിലി പ്ലാനിങ് നമുക്കറിയാമല്ലോ അല്ലേ. അപ്പം ഈ ഒരു ഏരിയാസിൽ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് അല്ലേ, ഇപ്പം എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രോഗം കൊണ്ട് വയ്യാണ്ടായവർ, അവരെ അവരുടെ പഴയ ജീവിതത്തിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ അവിടെ ജോലി ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ജേറിയാട്രിക് നഴ്സിംഗ് സർവീസുകൾ അല്ലെ, പ്രായമായവർക്ക് ചികിത്സ കൊടുക്കുന്ന സ്ഥലങ്ങൾ, അവരെ കെയർ ചെയ്യുന്നവിടം, അവിടെ ഒരു സ്കോപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഹെൽത്ത് ഏജൻസീസ്, നമുക്ക് വളരെ അറിയാവുന്ന ഒരു ഇൻ്റർനാഷണൽ ഹെൽത്ത് ഏജൻസിയാണ് റെഡ് ക്രോസ് അല്ലേ. ഇന്ത്യൻ റെഡ് ക്രോസ് ഉണ്ട്, ഇൻ്റർനാഷണൽ റെഡ് ക്രോസ് ഉണ്ട്. സോ അങ്ങനെയുള്ള പബ്ലിക് ഹെൽത്ത് പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽത്ത് ഏജൻസികളിൽ നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഇത്രയാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നതാണ് ലെവൽസ് ഓഫ് പ്രിവെൻഷൻ. അതിൽ ഫസ്റ്റ് വൺ ആണ് പ്രൈമറി പ്രിവെൻഷൻ. പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്, പക്ഷെ നമ്മൾ അതിനോട് റിയാക്ട് ചെയ്തിട്ടില്ല അല്ലേ, നമുക്ക് ആ അസുഖം വന്നിട്ടില്ല, പക്ഷെ ആ റിസ്ക് ഫാക്ടർ ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്, നമുക്കത് വരാൻ വളരെയധികം സാധ്യതയുണ്ട്, പക്ഷെ വന്നിട്ടില്ല. അപ്പോൾ എടുക്കുന്ന പ്രിവെൻഷനെയാണ് നമ്മൾ പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആ റിസ്ക് ഫാക്ടറിനോട് റിയാക്ട് ചെയ്തു, നമുക്ക് അസുഖം വന്നു, ചെറിയ ചെറിയ സിംറ്റംസ് ഉണ്ട്, പക്ഷേ എന്താണ്, നമ്മൾ അവിടെ വെച്ച് അതിൻ്റെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുത്തിട്ട് അതിനെ നിർത്തുകയാണ് അല്ലെ, കൂടുതൽ സിവിയർ കണ്ടീഷനിലോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അടുത്തതാണ് ടേർഷ്യറി പ്രിവെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ആ അസുഖം നമ്മളെ കംപ്ലീറ്റ്ലി ബാധിച്ചിരിക്കുന്നു, ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് ഒരു മിതമായ ജീവിത രീതിയിലോട്ട് നമുക്ക് എത്തിക്കാൻ പറ്റും ഒരു വ്യക്തിനെ. അതും ടെർഷ്യറി പ്രിവെൻഷൻ എന്ന് പറയുന്നതും ഒരു റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നതും ഒക്കെ ഒരു സെയിം ലെവലാണ്. സോ നമ്മുടെ അസുഖം കംപ്ലീറ്റ്ലി നമ്മളെ ബാധിച്ചു കഴിഞ്ഞു, അതിൻ്റെ വ്യാപ്തി എല്ലാം സംഭവിച്ചു, പക്ഷേ നമ്മൾ അതിൽ നിന്ന് പഴയ ജീവിതശൈലിയിലോട്ട് എത്താൻ വേണ്ടി ശ്രമിക്കുന്നു, നോട്ട് കംപ്ലീറ്റ്ലി പോസിബിൾ, എത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അതിനെയാണ് നമ്മൾ ടേർഷ്യറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ നമുക്ക് ആക്ച്വലി ഫസ്റ്റ് വൺ എന്ന് പറയേണ്ടത് ഒരു പ്രൈമോഡിയൽ പ്രിവെൻഷൻ ആണ്. അപ്പോൾ പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞു പ്രൈമറി എന്ന് പറയുന്നത് എന്താണ്, റിസ്ക് ഫാക്ടർ നമ്മുടെ ചുറ്റുമുണ്ട് അല്ലെ, നമുക്കത് വരാൻ സാധ്യതയുള്ള ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ നിൽക്കുന്നത്, പക്ഷെ വന്നിട്ടില്ല. പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറയുമ്പോഴത്തേനും ആ റിസ്ക് ഫാക്ടറിനെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനെയാണ് നമ്മൾ പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് ഹെൽത്ത് പ്രോബ്ലംസ് ഇൻ ഇന്ത്യ. അപ്പം ഇന്ത്യയിലെ ഹെൽത്ത് പ്രോബ്ലംസിനെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ കമ്മ്യൂണിക്കബിൾ പ്രോബ്ലംസ്, നോൺ കമ്മ്യൂണിക്കബിൾ പ്രോബ്ലംസ്, ന്യൂട്രീഷണൽ പ്രോബ്ലംസ്, എൻവയോൺമെൻറ്റൽ സാനിറ്റേഷൻ പ്രോബ്ലം, മെഡിക്കൽ കെയർ പ്രോബ്ലംസ് ആൻഡ് പോപ്പുലേഷൻ പ്രോബ്ലംസ്. സോ ഈ 6 കാര്യങ്ങളാണ് നമ്മൾ ഹെൽത്ത് പ്രോബ്ലംസ് ഇൻ ഇന്ത്യയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ തന്നെ നോക്കാം. കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ ഫസ്റ്റ് വൺ ആണ് മലേറിയ. ഇത് നമുക്കറിയാം, കൊതുക് പരത്തുന്ന ഒരു അസുഖമാണ്. നമ്മൾ പിക്ചർ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് ഏറ്റവും കൂടുതൽ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സിലാണ്, അതായത് മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ഒറീസ, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര പോലുള്ള സ്ഥലങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതലുള്ളത്. അതുപോലെ തന്നെ 2013 സെൻസസ് അനുസരിച്ചിട്ട് 0.8 മില്യൺ കേസസ് ഓഫ് മലേറിയ ഉണ്ടായിട്ടുണ്ട്. അതിൽ 379 ഡെത്തും ഉണ്ടായിട്ടുണ്ട്. അടുത്തതാണ് ട്യൂബർക്കുലോസിസ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാ ഇയറിലും ഒരു 2.6 മില്യൺ പേഴ്സൺസിന് ഇതുണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് നമ്മുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 0.62 മില്യൺ ഓരോ ഇയറിലും അത് ന്യൂ പോസിറ്റീവ് റിസൾട്ട്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 0.24 മില്യൺ ഡെത്തും ഓരോ വർഷം ഉണ്ടാകുന്നുണ്ട്. 2.6 മില്യൺ കേസസ് എല്ലാവരും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ 0.62 എന്ന് പറയുന്നത് പുതിയ പോസിറ്റീവ് കേസസ് ആണ്. അതിൽ 0.24 ഡെത്തും ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ HIV, TB കോ-ഇൻഫെക്ഷൻ അതുപോലെ തന്നെ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് TB ഇതും
വളരെ സിവിയർ ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടെന്നുള്ളതാണ് നമ്മുടെ റിപ്പോർട്ട്. അതുപോലെ തന്നെ മാർച്ച് 2006 ആയപ്പോഴത്തേക്കും നമ്മുടെ ടെസ്റ്റ് പോസിറ്റീവ് കവറേജ് ഇന്ത്യ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത്. ഇനി അടുത്താണ് ഡയേറിയൽ ഡിസീസസ്. ഡയേറിയൽ ഡിസീസ് എന്ന് പറയുമ്പോഴത്തേക്കും 5 ഇയറിൽ താഴെയുള്ള കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. ഒരു 10.76 മില്യൺ കേസസ് ഓരോ ഇയറിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലേക്ക് ഒരു പുവർ എൻവയോൺമെൻറ്റൽ സാനിറ്റേഷൻ പ്രോബ്ലം കൊണ്ടാണ് ഇത് ഏറ്റവും കൂടുതൽ വരുന്നത്. അടുത്താണ് ARI, അത് അക്വഡ് റെസ്പിറേറ്ററി ഡിസീസ്. ഇതും വലിയൊരു ഫാക്ടറാണ്. കുട്ടികളിലും 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ ഏറ്റവും കൂടുതൽ ഒരു മോർബിഡിറ്റി റേറ്റിന് കാരണമായൊരു കാര്യമാണ് അക്വഡ് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ്. അത് ഒരു 2013 ഇത് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ 31.7 മില്യൺ എപ്പിസോഡ്സ് ഓഫ് ARI റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ 278 ഡെത്തും ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് റിപ്പോർട്ട്. അപ്പോൾ അടുത്തതാണ് ലെപ്രസി. അപ്പം ലെപ്രസിയിൽ പറയുന്നത് ഒരു 2000 to 2014 കണക്കുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 1.27 ലാഖാണ് പുതിയ കേസസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ 9.49% ചൈൽഡാണ്. അപ്പം അതാണ് ലെപ്രസിയിൽ ഉള്ളത്. ഇനി അടുത്താണ് ഫിലേറിയലിൽ നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു മെയിൻ ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു പുതിയ നാഷണൽ വൈഡ് പ്രോഗ്രാം ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ആനുവൽ ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ MDA എന്ന് പറയുന്ന പ്രോഗ്രാം. ഇത് ഒരു ആനുവലി നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് ഈ ഒരു ഡോസ് മെഡിസിൻ എത്തിക്കുക എന്നുള്ളതായിരുന്നു. അതായത് ഡൈഇഥൈൽ കാർബമൈസിൻ സിട്രേറ്റ് ടാബ്ലറ്റ്സ്. ഈ ഒരു ടാബ്ലറ്റ്സ് ആനുവലി നമ്മുടെ ഈ അഫക്റ്റഡ് ആയിട്ടുള്ള, അതായത് ഒരു 250 ഡിസ്ട്രിക്ട്സിലും ഇത് ഭയങ്കര എൻഡമിക് ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടീഷനാണ്. സോ അവിടെ ഈ ഒരു മെഡിസിൻ എത്തിക്കുക എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ ഫുഡ് കെയർ അതൊക്കെ വീട്ടിൽ ചെന്നിട്ട് ഈ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്താ പറയണേ, ഈ ഒരു 554 പോപ്പുലേഷനിൽ ടാർഗറ്റ് ചെയ്തിട്ടുള്ളൊരു പ്രോഗ്രാം ആയിരുന്നു. അത് ഒരു 2012 ആയപ്പോഴത്തേക്കും നമ്മുടെ 250 ഡിസ്ട്രിക്ട്സിലും ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അടുത്തതാണ് എയ്ഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ റിപ്പോർട്ടിൽ വലിയ ചേഞ്ചസ് ഇല്ല, എപ്പോഴും സ്റ്റേബിൾ ആയിട്ടാണ് നിൽക്കുന്നത്. ഒരു 2012 കണക്ക് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയണേ 2.80 മില്യൺ പുതിയ കേസസ് ആണ് റിപ്പോർട്ടഡ് ആയിട്ടുള്ളത് കൺട്രിയിൽ. ഇനി അടുത്ത ഇതിലൊന്നും പെടാത്ത ബാക്കി കണ്ടീഷൻസ് ആണ് ഈ കാല അസർ, മെനിഞ്ചൈറ്റിസ്, വൈറൽ ഹെപ്പറ്റൈറ്റിസ്, ജാപ്പനീസ് എൻസെഫലൈറ്റിസ്, എൻട്രിക് ഫീവർ, ഹെൽമെന്റിക് ഇൻഫെസ്റ്റേഷൻ, ഇതൊക്കെ. അപ്പം ഇത്രയുമാണ് നമ്മുടെ കമ്മ്യൂണിറ്റി ഡിസീസ് പ്രോബ്ലംസ്. അടുത്തതാണ് നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. നോൺ കമ്മ്യൂണിക്കബിൾ പ്രോബ്ലംസിൽ നമ്മുടെ ഇന്ത്യയെ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു 53% നമ്മുടെ ഡെത്തുകൾ ഈ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കാരണമാണ് നടക്കുന്നത്. അതിലൊരു 44% ഡിസബിലിറ്റീസും ഇത് കാരണമാണ് ഉണ്ടാകുന്നത്. അതായത് ഈ ഡയബറ്റിസ് മെലിറ്റസ്, ക്യാൻസർ, CVD, സ്ട്രോക്ക്, ക്രോണിക് ലങ് ഡിസീസുകൾ, ഇതൊക്കെയാണ് നമ്മുടെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ വരുന്ന മേജർ പ്രോബ്ലംസ്. അടുത്താണ് ന്യൂട്രീഷണൽ പ്രോബ്ലംസ്. ന്യൂട്രീഷണൽ പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ ആണ് പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ. നമുക്കറിയാലേ, ഫുഡിൻ്റെ ഇൻസഫിഷ്യൻസി കാരണം വരുന്ന ഒരു അസുഖമാണ്. അത് കുഞ്ഞുങ്ങളിലാണ് വരുന്നത്. പ്രോട്ടീൻ എനർജി മാൽന്യൂട്രീഷൻ വരുന്നത് ഒരു പ്രീ സ്കൂൾ ഏജ് ഉള്ള ചിൽഡ്രൻസിലാണ് ഇതൊരു സിവിയർ ആയിട്ട് കാണപ്പെടുന്നത്. മരാസ്മസ് ആണ് കൂടുതൽ വരുന്നത്. കഷ്യോക്കർ ഇതിനേക്കാൾ കൂടുതൽ മരാസ്മസ് ആണ് കൂടുതൽ കാണപ്പെടുന്നത്. അടുത്താണ് ന്യൂട്രീഷണൽ അനീമിയ. ന്യൂട്രീഷണൽ അനീമിയ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു എന്താ പറയണേ, ഒരു 60 to 80% പ്രഗ്നൻറ്റ് വുമണും അനീമിക് ആണെന്നാണ് പറയുന്നത്. അതിൽ 19% പ്രഗ്നൻറ്റ് ഡെത്ത് ഉണ്ടാവാനുള്ള കാരണം അനീമിയാണ്. മെറ്റേണൽ ഡെത്തിന് കാരണം അനീമിയ ആണെന്നാണ് പറയുന്നത്. ഏറ്റവും കൂടുതൽ അയൺ ഡെഫിഷ്യൻസി അനീമിയാണ് കാണുന്നത്. വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഫോളൈറ്റ്, അതേ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കാണപ്പെടുന്നത്. അടുത്താണ് ലോ ബർത്ത് വെയ്റ്റ് എന്ന് പറയുന്നത് ലെസ് ദാൻ 2.7 kg നമ്മൾ ലോ ബർത്ത് വെയ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ഈ ഡെവലപ്പിംഗ് കൺട്രീസിൽ അത് ഒരുപാട് സ്ഥലങ്ങളിൽ ഭയങ്കര കോമൺ ആയിട്ടുണ്ട്.
ഇപ്പം ജനിക്കുന്നതിൽ അബൌട്ട് ഒരു 28% ബേബീസ് ലോ ബർത്ത് വെയിറ്റ് ആണെന്നാണ് പറയപ്പെടുന്നത്. അടുത്താണ് സിറോപ്താൽമിയ. സിറോപ്താൽമിയ എന്ന് പറയുമ്പോഴത്തേക്കും അബൌട്ട് 0.04% ടോട്ടൽ ബ്ലൈൻഡ്നെസ്സിന് കാരണം ഈ ഒരു ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി, അതായത് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ആണെന്നാണ് പറയുന്നത്. യൂഷ്വലി എത്രയാണ്, ഒരു 1 to 3 years ഓഫ് ഏജിലാണ് ഇത് കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. ക്ലിനിക്കൽ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ ഇതിനൊരു ഭയങ്കര കോമൺ ആണ്. ഇനി അയൺ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ്, നമുക്കറിയാം ഗോയിറ്റർ അല്ലെങ്കിൽ മറ്റ് അയൺ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് നമ്മുടെ കൺട്രിയിൽ വളരെ കൂടുതലാണ്. ഇപ്പം അത് കുറച്ചൊക്കെ കൺട്രോൾഡാണ്, പക്ഷെ ടോട്ടലി മാറിയിട്ടില്ല. അപ്പം കൂടുതലും എവിടെയാണ്, സബ് ഹിമാലയൻ റീജിയൻസിലാണ് ഏറ്റവും കൂടുതൽ അയൺ ഡെഫിഷ്യൻസി ഉള്ളത്. അപ്പോൾ അടുത്തതാണ് എൻവിയോൺമെൻറ്റൽ സാനിറ്റേഷൻ പ്രോബ്ലംസ് അല്ലേ. അപ്പം എൻവിയോൺമെൻറ്റൽ സാനിറ്റേഷൻ പ്രോബ്ലംസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ മെയിൻ ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. നല്ല വെള്ളമില്ലാത്തതും അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യാൻ പറ്റാത്തതും, മെയിൻലി നമ്മുടെ എക്സ്ക്രീറ്റ ഡിസ്പോസൽസ് അല്ലേ. ഈ 2 കാര്യങ്ങൾ, സേഫ് വാട്ടർ ഇല്ലാത്തതും വേസ്റ്റ് ഡിസ്പോസൽ അഡിക്വേറ്റ് അല്ലാത്തതുമാണ് നമ്മുടെ എൻവിയോൺമെൻറ്റൽ സാനിറ്റേഷൻ പ്രോബ്ലംസിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള 2 എണ്ണം. അപ്പം ഇത് ഉണ്ടാകുന്നതിന് കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ, അർബനൈസേഷൻ, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്, ഇതൊക്കെയാണ് ഒരുപാട് കാരണങ്ങളായിട്ട് വരുന്നത്. ഈ 2 കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നടക്കാത്തതിൻ്റെ കാരണമായിട്ട് കാണിക്കുന്ന കുറച്ച് പുതിയ പ്രോബ്ലംസ് ആണ് ഇതൊക്കെ. ഇനി നമ്മുടെ യുണൈറ്റഡ് നേഷൻ വാട്ടർ കോൺഫറൻസ്, അത് അർജന്റീനയിൽ വെച്ച് നടന്ന ഈ ഒരു യുണൈറ്റഡ് നേഷൻ വാട്ടർ കോൺഫറൻസ് 1977 അവർ റെക്കമെൻഡ് ചെയ്ത കാര്യമാണ്, നിങ്ങൾ എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി സേഫ് വാട്ടർ സപ്ലൈക്കും അതുപോലെ തന്നെ സാനിറ്റേഷൻ സർവീസിനും പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് അവർ 1977 റെക്കമെൻഡ് ചെയ്തതാണ്. അതൊരു 2012 ആയപ്പോഴത്തേക്കും നമ്മൾ പകുതിയോളം കവറപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം അതിൽ വന്ന ചേഞ്ച് എന്ന് പറഞ്ഞാൽ സേഫ് വാട്ടർ, അതായത് നല്ല വെള്ളം എബൌട്ട് അർബൻ ഏരിയയിൽ ഒരു 96%-ലും റൂറൽ ഏരിയയിൽ 87%-നും എത്തിക്കാൻ പറ്റി. അതുപോലെ തന്നെ വേസ്റ്റ് ഡിസ്പോസൽ അല്ലേ, വേസ്റ്റ് ഡിസ്പോസൽ 64% അർബൻ ഏരിയയിലും 21% റൂറൽ പോപ്പുലേഷനിലും നമുക്ക് സക്സസ് ആക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ആ പ്രോബ്ലം അതേപടി തന്നെ നിലനിൽക്കുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ എൻവയോൺമെൻറ്റൽ സാനിറ്റേഷൻ പ്രോബ്ലംസ്. അപ്പോൾ അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നതാണ് മെഡിക്കൽ കെയർ പ്രോബ്ലംസ്. മെഡിക്കൽ കെയർ പ്രോബ്ലംസിൽ ഫസ്റ്റ് വൺ തന്നെയാണ് എന്താണ്, നമ്മുടെ ഇംബാലൻസ്. അതായത് റൂറൽ ഏരിയാസിൽ മറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അവൈലബിൾ അല്ല, മറ്റ് ഡോക്ടേഴ്സ് അവൈലബിൾ അല്ല. അതേസമയം അർബൻ ഏരിയാസിൽ നമുക്ക് ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ അവൈലബിലിറ്റി ഉണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്. എങ്കിൽ പോലും നമ്മുടെ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സർവീസുകളും, അതായത് CHC, നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ്, സബ് സെൻറ്റേഴ്സും ഒക്കെ കൂടുതൽ സിറ്റുവേറ്റ് ചെയ്തിരുന്നത്, അതായത് ഒരു 80% സിറ്റുവേറ്റ് ചെയ്തിരുന്നത് അർബൻ ഏരിയയിലായിരുന്നു. അതൊരു വലിയ മെഡിക്കൽ ഇഷ്യൂ തന്നെ ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ അർബൻ ഏരിയാസിൽ ഓവർ ക്രൗഡിങ് ഉണ്ടാകുന്നതുണ്ട്. അതായത് റൂറൽ ഏരിയയിൽ നിന്ന് അർബൻ ഏരിയയിലോട്ടുള്ള മൈഗ്രേഷൻസ് വളരെ കൂടുതലായതുകൊണ്ട് തന്നെ ഹോസ്പിറ്റൽസിൽ ഭയങ്കര ഓവർ ക്രൗഡിങ്ങും സ്റ്റാഫുകളില്ലായ്മയും മെഡിസിൻസ് മറ്റ് എസെൻഷ്യൽസിൻ്റെയും സ്കേഴ്സിറ്റിയും വളരെയധികം ബാധിക്കുന്നുണ്ട്. ഇനി വില്ലേജസിൽ ഇപ്പോഴും തന്നെ മെയിൻലി എന്താണ്, ഇൻഡിജിനസ് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അതായത് നമ്മുടെ ആയുർവേദ, സിദ്ധ, യുനാനി പോലുള്ള മെഡിസിൻ സിസ്റ്റംസ് ആണ് ഫോളോ ചെയ്യുന്നത്. ബിക്കോസ് എന്താണ്, അവിടെ മറ്റ് മെഡിക്കൽ കെയറിൻ്റെ അവൈലബിലിറ്റി വളരെ കുറവാണ്. അതല്ലേ ഹെൽത്ത് ഫോർ ഓൾ എന്നുള്ളൊരു മൂവ്മെൻറ്റ് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു അല്ലേ. അപ്പം ഈ ഹെൽത്ത് ഫോർ ഓൾ എന്നുള്ളൊരു മൂവ്മെൻറ്റിലൂടെ നമ്മൾ ഫോക്കസ് ചെയ്തിരുന്നത് എന്തായിരുന്നു, സ്ട്രെസ് ഓൺ ഇക്വിറ്റി, അതായത് ഈക്വലായിട്ട് റൂറൽ ഏരിയയിലും അർബൻ ഏരിയയിലും ഈക്വലി കെയർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഇൻ്റർസെക്ടറൽ കോർഡിനേഷൻ അല്ലേ, മറ്റ് സെക്ടേഴ്സുമായിട്ടുള്ള, അതായത് ട്രാവൽ, എക്സ്പോർട്ടേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു കോർഡിനേഷൻ ഉണ്ടാവണം. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ വേണം അല്ലേ. നമ്മൾ ഈ ഹോസ്പിറ്റലെല്ലാം കൊണ്ട് തുടങ്ങിയിട്ട് അവർ വീണ്ടും മറ്റ് ഇതുപോലെയുള്ള ഇൻഡിജിനസ് സിസ്റ്റത്തിലോട്ട് ഫോക്കസ് ചെയ്യാൻ പോയാൽ അതൊരിക്കലും ഡെവലപ്ഡ് ആവില്ല. സോ കമ്മ്യൂണിറ്റിയുടെ ഒരു
നല്ലൊരു പാർട്ടിസിപ്പേഷനും ഉണ്ടാകണം. സോ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഹെൽത്ത് ഫോർ ഓൾ എന്നുള്ളൊരു മൂവ്മെൻറ്റിൽ മെയിനായിട്ട് എയിം ചെയ്തിരുന്നത്. അടുത്തതാണ് പോപ്പുലേഷൻ പ്രോബ്ലം. പോപ്പുലേഷൻ പ്രോബ്ലത്തിൽ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ ഓരോ ദിവസം കൂടുംചൊല്ലും നമ്മുടെ പോപ്പുലേഷൻ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഭയങ്കരമായ ഒരു ഗ്രോത്ത് ഉണ്ടാകുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും, നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാകും. അതായത് ജോലി, കുട്ടികളുടെ പഠിത്തം, വീട് വെക്കാൻ, ഹെൽത്ത് കെയർ അവൈലബിലിറ്റി, സാനിറ്റേഷൻ, എൻവിയോൺമെൻറ്റൽ പ്രോബ്ലംസ് ഇത് ഭയങ്കരമായിട്ട് കൂടും അല്ലേ. നല്ലൊരു ജോലി കിട്ടാതെ വരും, ഒരുപാട് പേർക്ക് ജോലി ഇല്ലാതെ വരും, സ്കൂളുകളുടെയൊക്കെ അവൈലബിലിറ്റി കുറയും, നമുക്ക് ഹോസ്പിറ്റലിൽ ചെന്നാൽ ഭയങ്കര റഷ് ആകും, തിരക്കാവും. അപ്പം നമ്മുടെ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരുന്ന ഇങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് നമുക്കുണ്ടാകും. അത് ഓൾറെഡി നമ്മുടെ ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത് 1 ബില്യണിൽ എത്തിയിരുന്നു. അന്നേരം നമ്മുടെ ഗവൺമെൻറ് എടുത്തൊരു ഗോളായിരുന്നു അടുത്ത് വരുന്ന ആ ഒരു ഇയറോളം, അതായത് 2000ഓളം ഒരു 1% പോപ്പുലേഷൻ ഗ്രോത്തേ ഉണ്ടാകാവുള്ളൂ എന്നുള്ളത്. പക്ഷേ അത് അറ്റൈൻ ചെയ്യാൻ നമുക്ക് സാധിച്ചില്ല. അത് മാത്രമല്ല നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു 1.8%. അപ്പം ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഗവൺമെൻറ് 2 ചൈൽഡ് ഫാമിലി നോം എന്നുള്ളൊരു പ്രോഗ്രാം കൊണ്ടുവന്നത്. നമുക്കറിയാം അല്ലേ, അതായത് ഒരു ഫാമിലിക്ക് 2 കുട്ടികളെ പാടുള്ളൂ എന്നുള്ളൊരു സ്ട്രക്ചറൊക്കെ കൊണ്ടുവന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പോപ്പുലേഷൻ പ്രോബ്ലം അല്ലേ. പോപ്പുലേഷൻ കൂടുന്നതിലൂടെ നമുക്ക് ഒരുപാട് സ്കർസിറ്റികൾ ഉണ്ടാകും, ജോലിക്കുറവുണ്ടാകും, പഠനത്തിൻ്റെ സാധ്യതകൾ കുറയും. അതായത് നമ്മൾ പഠിക്കുന്ന കോഴ്സിൽ ഒരുപാട് കോമ്പറ്റീറ്റീവ്സ് ഉണ്ടാകും. അതുപോലെ നമുക്ക് വീട് വെക്കാൻ, അതുകൊണ്ടാണ് ഒരുപാട് ഫ്ലാറ്റുകൾ വരുന്നത്. സോ ഇങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. സോ അതാണ് പോപ്പുലേഷൻ പ്രോബ്ലം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും നല്ല വീഡിയോ ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ നമ്മൾ അടുത്ത സെക്കൻഡ് യൂണിറ്റ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.